അധികം സ്നേഹിച്ചിരുന്നു. സഹോദരന്മാർക്ക് അവരോട് ദേഷ്യം തോന്നുന്നു, അവരെ വകവരുത്തുവാനായിട്ട് ഒരുങ്ങുന്നത്. ആദ്യം അവരെ ഇസ്മായിലേക്ക് 20 വെള്ളിക്കാശ് നിൽക്കുന്നു. ആദ്യമായി തോട്ടത്തിലേക്ക് തള്ളിയിടുന്നു. പിന്നീട് ഇസ്മായിലേക്ക് 20 വെള്ളിനാണയങ്ങൾ നിൽക്കുന്നു. പിന്നീട് അവനെ പോത്തിഫറിന്റെ അടുത്തേക്ക് അവനെ അടിമയായിട്ട് അവനെ വീണ്ടും വിളിക്കുകയാണ്. എന്നാൽ ദൈവം പറയുകയാണ്, ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ മരണത്തിൽ കൊടുക്കുവാനായിട്ട് ദൈവം മനസ്സാകുന്നില്ല. ഇവിടെ പിന്നീട് ജീവിതത്തിൽ ഉയർച്ചയാണ് നടന്നത്. ദൈവം ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ നൽകുമ്പോഴും ദൈവം അവനെ ബലപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഇവിടെ ദൈവം ഓർമ്മപ്പെടുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്ന ദൈവം എല്ലാം നന്മയായി പ്രകടിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കുഴിയിലേക്ക് ഒരുപക്ഷെ വീഴുവായ അവസ്ഥകളുണ്ട്. പടുകുഴിയിലേക്ക് ജീവിതത്തിലെ പടുകുഴിയിലേക്ക് പലപ്പോഴും വീഴുവായ അനുഭവങ്ങൾ, ഒന്ന് കൈപിടിച്ച് മാറാനില്ലാത്ത അവസ്ഥകൾ, ഇവയെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ച ഒരു വിഷയം നൽകിയിട്ടില്ലേ? പരിശോധനയാണ് ഞാൻ എൻ്റെ കൂടെയുണ്ട്. യോസേഫിനെ ബലപ്പെടുത്തിയ ദൈവം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ കൂടെയുണ്ട്. ആ ഒരു അവബോധത്തിൽ ആഴപ്പെടുമ്പോൾ ഇന്നത്തെ കടന്നു പോകുന്ന വേദനകളൊക്കെ അതിജീവിക്കാനായിട്ടുള്ള നീക്കം നടക്കുകയും പലപ്പോഴും നമുക്ക് ആ ഒരു ആഴമായിട്ടുള്ള അവബോധം നഷ്ടപ്പെടുന്നതാണ് പല പ്രതിസന്ധികളിൽ പിടിച്ചെടുക്കാനായിട്ട് കഴിയാവുന്നത്. അതുകൊണ്ട് ആ മേഖലകൾ നമുക്ക് വിശദകാര്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാം. യോസേഫിനെ ബലപ്പെടുത്തിയ ദൈവം വ്യക്തിയെ നാം കണ്ടുകൊണ്ടത് വീണ്ടും അവൻ ദേശത്തെ ജോബ് ഒരാളായിരുന്നതും തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച വ്യക്തിയായിരുന്നു. ദൈവത്തെ ഓർപ്പെടുത്തുന്നു. ജോബ് 1:1 കാണുന്നു. അതുകൊണ്ട് തന്നെ ദൈവം അവൻ്റെ ഭവനത്തിൽ സമ്പത്തിന് ചുറ്റും നീതി കിട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. ഇവിടെ അവരുടെ ഭവനത്തിലും സമ്പത്തിനും ചുറ്റും നീതി കിട്ടി ദൈവം അവരെ അനുഗ്രഹിച്ചു. ഒരു വിഷയം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകും, നമ്മുടെ കുടുംബങ്ങളെ സുരക്ഷിതമായിരിക്കുവാനായിട്ട്. നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മുടെ കുടുംബങ്ങളെ സുരക്ഷിതമായിരിക്കുവാനായിട്ട്? ദൈവത്തിൻ്റെ മുന്നിലോ തിന്മ പ്രവർത്തിക്കാത്ത ജോബിന് ചുറ്റും അവൻ്റെ കുടുംബത്തിന് ചുറ്റും വേദികളിൽ സംരക്ഷണം ദൈവം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിമിഷം മനസ്സുകൊണ്ട് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് മനസ്സാകണമേ